ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്നും അതിൻ്റെ ബേസിക് ഇക്വേഷനും ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ബാക്കി, അതായത് സിലബസിലെ ബാക്കി ഭാഗം നമ്മൾ കവർ ചെയ്യാൻ പോകും. ഇന്ന് നമ്മൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോർഷൻ എന്ന് വെച്ചതാണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ RL ആൻഡ് RC സർക്യൂട്ട് വിത്ത് DC എക്സൈറ്റേഷൻ ആൻഡ് ഇനിഷ്യൽ കണ്ടീഷൻസ്. ഇതാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് എ സീരീസ് RL സർക്യൂട്ടും RC സർക്യൂട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് ഡെറിവേഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, അതിന് ജസ്റ്റ് ഒരു ചെറിയ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ദ ഷോർട്ട് ലൈവ്ഡ് ബിഹേവിയർ ഓഫ് വോൾട്ടേജസ് ആൻഡ് കറൻറ്റ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ സഡൻ ചേഞ്ച് ഇൻ എക്സൈറ്റേഷൻ. അതായത് എന്താണ് സ്വിച്ചിങ് ഓൺ ഓർ ഓഫ് എ DC സോഴ്സ് ഓർ ചേഞ്ചിങ് സർക്യൂട്ട് കോൺഫിഗറേഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആയിക്കോട്ടെ, നമ്മൾ പവർ ഓൺ ചെയ്തു, അത് എന്താണ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഫുള്ളായിട്ടത് റെസ്പോണ്ട് ചെയ്യില്ല. അതായത് അതിനൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് ഇറ്റ് ടേക്ക് സം ടൈം, അതായത് കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പം ഒരു സ്വിച്ച് ഓൺ ആക്കി, ലൈറ്റ് ഓൺ ആക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ശരിക്കും സഡനായിട്ട് നമ്മൾ ഓൺ ആക്കുന്ന ടൈമിൽ തന്നെ ഫുൾ കറണ്ട് അതുവഴി പാസ് ചെയ്ത് നമ്മുടെ ആ ബൾബ് ഉള്ള ആ ഹൈ ബ്രൈറ്റ്നസ്സിൽ തന്നെ കത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇറ്റ് മേ ടേക്ക് സം ടൈം. അത് എത്രയേ ഉള്ളൂ. ഇറ്റ് ലാസ്റ്റ് ഓൺലി ഫോർ എ ഫൈനൈറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ ആയിരിക്കും എപ്പോഴും നമ്മുടെ ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ ഈ ട്രാൻസിയൻ്റ് ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇനിഷ്യലി ഓണാക്കി, ഒരു സ്വിച്ച് ഓണാക്കി അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റിൽ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ട്രാൻസിയൻറ്റ് ഡൈസ് ഔട്ട് ദ സർക്യൂട്ട് സെറ്റിൽസ് ഇൻ ടു എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. അതായത് ഇനിഷ്യലി അത് ഇപ്പം 5 വോൾട്ടാണ് പോകേണ്ടതെങ്കിൽ ഇനിഷ്യലി അത് 5 വോൾട്ടിലേക്ക് എത്താൻ വേണ്ടി ഇറ്റ് മേ ടേക്ക് കുറച്ച് സമയം എടുത്തിട്ടേ ഇത് ഈ ഒരു സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസിയൻറ്റിന് ടൈമുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രം ഓർക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ലാപ്ലാസ് ട്രാൻസ്ഫോം ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി എന്താ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് സീരീസ് RL ആൻഡ് RC സർക്യൂട്ട്. ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്താ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് സീരീസ് RL സർക്യൂട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിയും ഒരു സീരീസ് ആയിട്ടുള്ള ഒരു RL സർക്യൂട്ട് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് V എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്വിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ എന്താണ് ഒരു റെസിസ്റ്റർ R ഉണ്ട്. പിന്നെ എന്താണ് ഒരു ഇൻഡക്ടർ L ഉണ്ട്. ഇതാണ് ഒരു സീരീസ് RL സർക്യൂട്ട്. സീരീസ് ആയിട്ടല്ലേ ഇതിനകത്ത് Rഉം Lഉം കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് സീരീസ് RL സർക്യൂട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇത് പറയുകയാണ്. ഇനീഷ്യലി ഇത് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓപ്പൺ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഇതിപ്പോൾ ഓപ്പൺ എന്ന് വിചാരിക്കാൻ മതിയേ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് ഞാൻ ഫൈനലി കിട്ടുന്നത്, അതായത് നമ്മുടെ ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു RL സർക്യൂട്ട്, ഇതൊരു ഡെറിവേഷനാണ്. അപ്പോൾ ഈ ഡെറിവേഷനിൽ ഫൈനലി നമുക്ക് കിട്ടുന്നത് I(t) എന്ന് പറയുന്ന ടേമിലാണ്. അതായത് I(t)യിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്തിട്ട്, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്താണ് ഒരു ടൈം ഡൊമൈനിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു RL സർക്യൂട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ഡെറിവേഷൻ ഞാനിപ്പോൾ എഴുതി പോകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളും അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഈസ് ഓപ്പൺ ആണ്. ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഒരു സ്വിച്ച് ഓപ്പൺ ആണ് എന്താണ്? ദർ ഇസ് നോ കറണ്ട് ഫ്ലോ. ഒരു കറണ്ട് ഫ്ലോയും ഇതിനകത്ത് നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് പറയും? സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ്. അപ്പോൾ ആ സ്വിച്ച് ക്ലോസ് ആവുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്?
ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്താ, നമ്മളിപ്പോൾ ഓൾറെഡി ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ നിങ്ങൾക്ക്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഓണാക്കുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യില്ല, ഫുൾ ബ്രൈറ്റ്നസ്സോട് കൂടി ഒരു ബൾബ് കത്തില്ല. അപ്പം അതിനെന്ത് വേണം, കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം, അതായത് ആ ഒരു ടൈം ഡൊമൈൻ അല്ലെ ഒരു ടൈം റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിലൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഫൈനലി ആൻസർ അല്ലെങ്കിൽ ഫൈനലി ഇക്വേഷൻ വരുന്നത് I(t), അതായത് ടിയുടെ ഫോമിലാണ്, ടൈം ഡൊമൈനിൽ അല്ലെങ്കിൽ ടൈം വെച്ചിട്ടുള്ള I(t) ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മെയിൻ ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിന് ജസ്റ്റ് ഒരു സ്റ്റെപ്പാണ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്താ നടക്കുന്നത്, നമുക്ക് വേണ്ടത് I(t) ആണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഈ സർക്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആദ്യം ഇതിനകത്തെ ഈ ഒരു തന്നിരിക്കുന്ന സർക്യൂട്ടിനെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലോട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതിനുശേഷം എന്ത് ചെയ്യും, ലാപ്ലാസിൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, I(s) എന്ന് പറയുന്നൊരു ടേം കിട്ടും അല്ലേ. ലാപ്ലാസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, I(s) എന്ന് പറയുന്ന ടേം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, I(t) കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ I(s)നെ നേരെ തിരിച്ച് I(t)യിൽ കിട്ടും. അപ്പം ഇതിനകത്ത് ഈ ഒരു ട്രാൻസിയൻറ്റ് അനാലിസിസിനകത്ത്, ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസിനകത്ത് നമ്മൾ ലാപ്ലാസും ചെയ്യുന്നുണ്ട്, ലാപ്ലാസ് ട്രാൻസ്ഫോമും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റേജ്, അതായത് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പോകാം. അപ്പോൾ ഇനിഷ്യലി നിങ്ങൾ എഴുതുമ്പം എഴുതിക്കൊള്ളുക, ഇനിഷ്യലി എന്താണ് ഇത്, സർക്യൂട്ട് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിലാണെന്ന് നമ്മൾ പറയണം. ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു കറണ്ട് ഫ്ലോ ഇതിനകത്ത് ഉണ്ടാവില്ല. അറ്റ് ടൈം t=0, t=0 ഏതെങ്കിലും ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, t=0 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇതിനകത്ത് ഈ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് കണ്ടീഷനിലാവുന്നു. ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇതുവഴി കറണ്ട് ഫ്ലോ. ഈ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷൻ ഒരുപാട് നേരം നിൽക്കത്തില്ല, ഈ ഒരു കണ്ടീഷൻ കുറച്ച് ടൈമിലേ നിൽക്കുള്ളൂ. അപ്പം ആ കുറച്ച് ടൈം കൊണ്ടിട്ട് ഇത് എങ്ങോട്ടേക്ക് പോവാണ്, സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ, ഇപ്പോൾ ഞാനീ പറയുന്ന ഇപ്പം സ്വിച്ച് ഓണാക്കി ലൈറ്റ് കത്തുന്നു എന്നുള്ള ആ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് വേണം ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് നമ്മൾ ഡിറൈവ് ചെയ്ത് പോകാൻ. അപ്പോൾ നമുക്ക് എന്താണ് വേഗം നമുക്ക് ചെയ്യാനും പറ്റും, കൺഫ്യൂഷനൊന്നും ഉണ്ടാവാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഓൾറെഡി KVL ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ KVL ഇനി അപ്ലൈ ചെയ്യാൻ പോകണം. ഇവിടെ എന്താണ്, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഈ റെസിസ്റ്റർ വഴി പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ദാറ്റ് ഈസ് VR എന്ന് പറയുന്നൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇവിടെ L ഉണ്ട്, സോ എന്തുണ്ടാവും, ഇവിടെ ഒരു VL എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാവും. ജസ്റ്റ് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളിനി നോക്കുകയാണ്, നമുക്ക് ഈ മൊത്തം സർക്യൂട്ടിനെ എങ്ങനെ എഴുതാൻ പറ്റും, V = ടോട്ടൽ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തെ, V = എന്താണ്, VR പ്ലസ് എന്താണ്, VR പ്ലസ് VL എന്ന് എഴുതിക്കൂടെ, യെസ്, VR പ്ലസ് VL എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യണത്, ഇതെന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ടേമിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ VRനെയും VLനെയും കറണ്ടിൻ്റെ ടേമിലോട്ട് ആക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയേ, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, V = VRനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, I(r) എന്ന ടേമിൽ എഴുതാം അല്ലേ, I(r), സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ എടുക്കുക, ഞാനിവിടെ സ്മോൾ ലെറ്റർ എടുത്തേ ഉള്ളൂ, I(r) പ്ലസ് എന്താണ്, ഇൻഡക്ടറിലൂടെ പോകുന്നത് എങ്ങനെയാണ്, L(di/dt), അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. ഇൻഡക്ടറിലൂടെ പോകുന്നതാണ് കറണ്ട് എന്താണ്, L(di/dt) ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുകയാണ് കറണ്ടിൻ്റെ, സോ L(di/dt). ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, കറണ്ടിൻ്റെ ടേമിലോട്ട് നമ്മളാക്കി. ഇനി ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തോളുക, നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലോട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് എൻ്റെയറിനെ നമ്മൾ ലാപ്ലാസിലോട്ട് ആകുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കിയാൽ, ഇതിനകത്ത് ഈ V ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഈ ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കും. അതായത് വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ നിന്ന് പക്ഷേ കുറച്ച് ഇക്വേഷൻസ് വരും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയേ, V ബിക്കം എന്താവും, ലാപ്ലാസിൽ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/S ആണ്. മിക്കവരും അത് തെറ്റിക്കുന്ന ഒരു കേസാണ്. V എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, V തന്നെ ഇടും. പക്ഷേ അല്ല, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, 1/S ആണ്. അതായത് V × 1/S എന്താവും, V/S ആണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതും. I ബിക്കം എന്താണ്, I(s) എന്ന് എഴുതാണ്. ലാപ്ലാസിലാണ് I(s) എഴുതി, പ്ലസ് L എന്ന് വെച്ചാൽ എന്താണ്, L എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇനി എന്താണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലാപ്ലാസ് ട്രാൻസ്ഫോമോ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S × Iയുടെ ടേം ആയതുകൊണ്ട് തന്നെ I(s) മൈനസ് I(0) എന്ന് വരും, I(0).
അറ്റ് ടൈം 0-യിലുള്ള കറണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. എന്താണ് ഇതിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, അപ്ലൈ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത ഇക്വേഷനാണ് ഈ കാണിക്കുന്നത്. V/S = R × I(s) പ്ലസ് L × S I(s) മൈനസ് I(0). ഇതിനെ നോക്കി I(0) എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു I(0) എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പോൾ ആ ഒരു ടേം ഇതിനകത്തുനിന്ന് അങ്ങ് പോകും. അത് ഞാൻ താഴോട്ട് എഴുതുന്നില്ല, ഇതിൽ തന്നെ ഞാനങ്ങ് ഇത് റൈസ് ചെയ്യാം. ഓക്കെ, ഈ I(0) എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം S × I(s) എന്ന് പറയുന്ന ഇത് വന്നു. അപ്പോൾ ഇത് മനസ്സിലായാലും ഇത്രയും വരെ ഓക്കെ ആണല്ലോ. V/S which is equal to R × I(s) പ്ലസ് L × S I(s) എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താണ് V/S which is equal to, ഇതിനകത്ത് നമുക്ക് I(s)നെ പുറത്തെടുത്തൂടെ ഈ ഒരു ടേമിനകത്ത്, which is equal to I(s) ഞാൻ പുറത്തോട്ട് എടുക്കുകയാണ്. I(s)നെ പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക, ഇതിനകത്ത് ബാക്കി എന്തുണ്ട്, ആറും LS ഉണ്ട് അല്ലേ, R പ്ലസ് LS. എന്ന് വെച്ചാൽ ലാപ്ലാസ് ആണ് കാണിക്കുന്നത്, ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, I(s)നെ പുറത്തെടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ദറ്റ് ഈസ് എന്താണ് V/S which is equal to I(s) R പ്ലസ് LS. അപ്പോൾ ഇതിനകത്തു നമുക്ക് എന്താണ് IS, നമ്മൾ I(s)ന് ഇതിനകത്തു നമുക്ക് I(s) എടുത്തിട്ട് ഇൻവേഴ്സ് ലാപ്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, I(t) കിട്ടില്ലേ. സോ I(s) നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. I(s) എന്ത് വരും, ലെഫ്റ്റ് സൈഡ് V/S ഉണ്ട്. I(s) ഈക്വൽ ടു V എന്ന് പറയുന്നത് അപ്പുറേ പോകും. സോ V ഡിവൈഡഡ് ബൈ S ഇൻറ്റു R പ്ലസ് LS എന്ന് വരും. R പ്ലസ് ലാപ്ലാസ് ഓഫ് ഇൻഡക്ടർ LS. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്ത് കിട്ടി, ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ നമുക്ക് I(s)ൻ്റെ ടേമിൽ കിട്ടി. ഇനി ഇവിടെ വെച്ചിട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് RL സർക്യൂട്ടിൽ കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ കൂടുതൽ വരും. പക്ഷേ RC-യിലാണെങ്കിൽ ഇത്ര സ്റ്റെപ്പൊന്നും വരില്ല. നമുക്ക് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ I(t)യിലോട്ട് എത്താൻ പറ്റും. നോക്കി ഈ ഒരു ടേമിനകത്ത് നോക്കി, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ V ഡിവൈഡഡ് ബൈ S ഇൻറ്റു R പ്ലസ് LS എന്ന് പറയുന്നൊരു ടേമിലാണ് കിടക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യും, ഓൾറെഡി മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ്. സോ അതാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട്, അപ്പം എന്താ ഇനി ചെയ്യാൻ പോകുന്നത്, അപ്ലൈ പാർഷ്യൽ ഫ്രാക്ഷൻ ടു ദിസ് ഇക്വേഷൻ. അത് നിങ്ങൾ എഴുതിക്കോണേ. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകണം, അപ്ലൈ ചെയ്യാൻ പോകണം. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനൊരു കണ്ടീഷനുണ്ട്. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒന്നെങ്കിൽ എന്ത് വരണം, S × S+A ഫോമിലായിരിക്കണം ഡിനോമിനേറ്റർ കിടക്കുന്നത്. S × S+A എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട്, അതായത് S × S²+A² എന്ന രീതിയിലും കിടക്കണം. ഒന്നെങ്കിൽ എന്ത് വരണം, S × S+A ടേമിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, S × S²+A² എന്ന് പറയുന്ന ടേമിലായിരിക്കണം നമ്മുടെ ഡിനോമിനേറ്റർ കിടക്കാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ, കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നോക്കി, അതായത് S × R പ്ലസ് LS എന്ന് പറയുന്നൊരു ടേമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്ക്വയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിന് എന്താക്കണം, S+A എന്ന് പറയുന്നൊരു ഫോമിലോട്ടാക്കണം. ഇതിപ്പം S × R പ്ലസ് LS എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യണം, ഇനിയിപ്പം ഇതൊന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ ഇതിനകത്താണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയത് എങ്ങനെ വരുന്നത്, I(s) അവിടെ കിടക്കട്ടെ, റൈറ്റ് സൈഡ് മാത്രം ഇവിടെ എഴുതുകയാണ്. ഈക്വൽ ടു V. അപ്പോൾ ഇതിനകത്ത് ഈ LS ഉണ്ടല്ലോ, അതിനകത്ത് LSനെ നമുക്ക് L-ന് പുറത്തെടുക്കണം. നമുക്ക് എന്താ അകത്ത് വരാൻ പാടുള്ളൂ, S × S+ എന്ന് പറയുന്ന ടേമിലോട്ടാവണം അല്ലേ. അപ്പോൾ V ഡിവൈഡഡ് ബൈ ഈ LSനെ പുറത്തെടുക്കുകയാണ്. സോ L × S എന്ത് ചെയ്തു, ഇവിടെ R-ന് അവിടെ L ഇല്ലല്ലോ. സോ R/S എന്ന് വരും, R ഡിവൈഡഡ് ബൈ L പ്ലസ് S എന്ന് വരും, പ്ലസ് S. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, S+A. ഇത് നേരെ തിരിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് V ഡിവൈഡഡ് ബൈ LS ഇൻറ്റു S+RL. S+RL എന്ന് പറയുന്നൊരു ടേമിലോട്ട്, S+R/L എന്ന് പറയുന്ന ടേമാണ്. ഇതെങ്ങനെ വന്നതെന്ന് കണ്ടല്ലോ. ഇത്രയും വരെ മനസ്സിലായല്ലോ. ഞാൻ ഇത് ഇത്രയും അങ്ങ് റബ്ബ് ചെയ്യുകയാണേ. ഇത് കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യേണ്ടതാണ്. ഒരു 2 പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്കങ്ങ് ക്ലിക്ക് ആയിക്കോളും.
ഓക്കെ, അപ്പോൾ ഇവിടെ വരെ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഐ ഓഫ് എസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എസ് ആർ ബൈ എൽ പ്ലസ് എസ് എന്ന് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ലെഫ്റ്റ് ഐ ഓഫ് എസ് തന്നെയാണ്, ഈക്വൽ ടു ഇ ബൈ വി ബൈ എൽ, അതായത് ഈ വിനെ, ഈ എൽ ഉണ്ടല്ലോ, ഈ എല്ലിനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോകണേ, വി ഡിവൈഡഡ് ബൈ എൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, എസ് ഇൻറ്റു എസ് പ്ലസ് എന്ന് മാത്രമേ താഴെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ എന്താണ് ഇതിനകത്ത് എൽ എന്ന് പറയുന്നത് അധികമാണ്, അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് കൂടെ കിടക്കുന്നതാണ്. സോ എൽ എന്ത് ചെയ്യണം, എല്ലിനെ നമുക്ക് മാറ്റണം. സോ വി ബൈ എൽ എടുത്തു, വി ബൈ എല്ലിനെ മുകളിൽ കൊണ്ടുപോയി, വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു താഴെ അപ്പോൾ എന്തുണ്ട്, എസ് മാത്രം, എസ് ഇൻറ്റു എസ് പ്ലസ് ആർ എൽ, ആർ ബൈ എൽ, എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് പറയുന്ന ടേമിലോട്ട് എത്തി, ആർ ഡിവൈഡഡ് ബൈ എൽ. ഇതെല്ലാണ് എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ. നോക്കി ഇതിനകത്ത് എന്തുണ്ട്, എൽ ഇൻറ്റു എസ്, എല്ലിനെ നമ്മൾ മുകളിൽ കാണിച്ചു. സോ വി ബൈ എൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു, എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ, ആർ ഡിവൈഡഡ് ബൈ എൽ എന്നാണ് എഴുതിയേക്കുന്നത്. നിങ്ങൾ കൂടെ എഴുതുമ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോഴാണ് ഇത് മനസ്സിലാവാത്തത്, അല്ലാതെ ഇപ്പോൾ കൂടെ എഴുതി പോവാണെങ്കിൽ എന്താ വേഗം നമുക്ക് മനസ്സിലായി എഴുതാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മുടെ ടേം. അപ്പോൾ നമ്മൾ ഇതെന്തായി, എസ് ഇൻറ്റു എസ് പ്ലസ് എ എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് ഇതായിട്ടുണ്ട്. എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് പറയുന്ന ടേം, എക്ക് പകരം ഇവിടെ എന്തുണ്ട്, ആർ ബൈ എൽ ആണ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് പോകാൻ പോകുന്നത്. ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, എ ഡിവൈഡഡ് ബൈ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈ വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമ്മൾ എ ഡിവൈഡഡ് ബൈ എസും ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് പറയുന്ന ടേമിലോട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. അങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അത് ഇപ്പോൾ ഓൾറെഡി അറിയായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ തൽക്കാലം ജസ്റ്റ് നോക്കുക, ഇതങ്ങ് ഫോളോ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിയേ എന്ത് വരും. ഇനി ഈ ഒരു ടേം, അതായത് ഈ ഐ ഓഫ് എസ്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഐ ഓഫ് എസിനെ നമ്മൾ തൊടുന്നില്ല കേട്ടോ, അതങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഈ വി ബൈ എൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ വരുന്നത് നോക്കിയേ, വി ബൈ എൽ ഈ ഒരു ടേമാണ്, ഇത് എക്കെയും ഒന്നുകൂടി എഴുതുന്നില്ല. സോ ഈ വി ബൈ എല്ലിനെ എ ഡിവൈഡഡ് ബൈ, ഇങ്ങോട്ട് എഴുതാണ്, എ ഡിവൈഡഡ് ബൈ എസ് എന്നും, എന്നിട്ട് നമ്മൾ ഈ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കും. എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് മറ്റേ ടേം എന്താണ്, ബി, അടുത്ത ടേം എന്താണ്, എസ് പ്ലസ് ആർ ബൈ എൽ അല്ലേ, ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എന്താണ്, ആർ ബൈ എൽ, ആർ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്ന ടേമിൽ, അതായത് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് പറയുന്ന ടേം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എയെയും ബിനെയും കൂടെ കണ്ടുപിടിക്കണം. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ് മാത്രമേ നോക്കുന്നുള്ളൂ, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എ ഡിവൈഡഡ് ബൈ എസും പ്ലസ് എന്താണ്, ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് പറയുന്ന ടേമുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യം എ കണ്ടുപിടിക്കാം. എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, എ ഈക്വൽ ടു, ഇനി ഇതെങ്ങനെയാണ് എയിനകത്ത് കണ്ടുപിടിക്കാം, എസ് ഇൻറ്റു, അതായത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എസ് ഇൻറ്റു എസ് എന്ന് പറയുന്ന ടേം ഇൻറ്റു നമ്മുടെ ഈ റൈറ്റിലെ, അതായത് ഈ റൈറ്റിലെ ടേം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എസ് ഇൻറ്റു ഈ നമ്മുടെ ഈ ലെഫ്റ്റ് കിടക്കുന്ന ഏതാണ്, ഈ വി ബൈ എൽ ആണ്. ഇനി നമ്മൾ എടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഐ ഓഫ് എസ് നമ്മൾ തൊടുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വി ബൈ എൽ, ഇത് ലെഫ്റ്റ് സൈഡിൽ ഇതാ വരിക, വി ബൈ എൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താണ്, വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ഈ ഒരു ടേം, അതായത് ഈ ഒരു ടേമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരിക. സോ ഇതിനകത്ത് എ ഈക്വൽ ടു എന്താണ്, ഈ എസ് ഇൻറ്റു ഈ ഒരു ഫുൾ ടേം, അതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ എസ് ഇൻറ്റു ഈ ഒരു ഫുൾ ടേം എന്ന് വെച്ചാൽ എന്താണ്, വി ബൈ എൽ, എസ് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എൽ, ആ ഒരു ഫുൾ ടേം ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ എന്താണ്, എസ് പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ എന്ന് വരും, എസ് പ്ലസ് ആർ ഡിവൈഡഡ് ബൈ എൽ. ഇത്രയും വരെ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ആർ ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് എന്താണ്, ഈ എസും ഈ എസും കൂടെ തമ്മിൽ കട്ട് ചെയ്ത് പോകും. ഇനി നമ്മൾ എന്താണ്, ഈ എസും എസും പോയി കഴിഞ്ഞാൽ അറ്റ് എസ് ഇസ് ഈക്വൽ ടു 0, എസിൻ്റെ വാല്യൂ എന്താണ്, 0 അല്ലേ ചെയ്യേണ്ടത്, എങ്കിലല്ലേ അത്രയും ഇത് ആയിട്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എയുടെ വാല്യൂ എങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 0 ആക്കിയാൽ, എസിൻ്റെ വാല്യൂ 0 ആക്കിയാലേ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എസിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും, ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടുന്നത് നോക്കിയേ, ഇതിനകത്തു നമുക്ക് എന്ത് കിട്ടും, വി ബൈ എൽ, അതായത് ഈ വി ബൈ എല്ലും താഴത്തെ എസിൻ്റെ വാല്യൂ ഇതാകുമ്പോൾ വി ബൈ എൽ ഡിവൈഡഡ് ബൈ എന്ത് വരും, ആർ ബൈ എൽ എന്ന് വരും. വി ഡിവൈഡഡ് ബൈ എൽ ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്, ആർ ബൈ എൽ എന്ന് വരും. ആർ ഡിവൈഡഡ് ബൈ എൽ, എല്ലും എല്ലും ക്യാൻസലായി പോകുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും, വി ബൈ ആർ എന്ന് കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, വി ബൈ ആർ, ദാറ്റ് ഈസ് എ ഈക്വൽ ടു എന്ത് കിട്ടി, എയുടെ വാല്യൂ നമുക്ക് കിട്ടി, എ ഈക്വൽ ടു എന്താണ്, വി ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടി. ഇതുപോലെ തന്നെ നമ്മളിനി എന്ത് കണ്ടുപിടിക്കണം, ഇതുപോലെ തന്നെ നമ്മളിനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്, എ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കിട്ടി.
ഇനി അടുത്ത ബിയുടെ വാല്യൂ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ബിയുടെ വാല്യൂ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ബിയുടെ വാല്യൂ എന്താ കിട്ടാൻ പോകുന്നതെന്ന്. എയുടെ വാല്യൂ എന്ത് കിട്ടി? V/R. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളാം. എയുടെ വാല്യൂ നമുക്ക് കിട്ടി. എയുടെ വാല്യൂ എന്താ കിട്ടിയത്? V/R എന്ന് കിട്ടി അല്ലേ. ഞാനിവിടെ ജസ്റ്റ് വെറുതെ എഴുതിയിടുന്നേ V/R. ഇനി അടുത്ത ബിയുടെയാണ്. അപ്പോൾ എന്ത് വരും? ഈ ഒരു സെയിം ടേം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ B = എന്ന് വെച്ചിട്ട് വരും. B = എന്ത് വരും? B = അതായത് തന്നിരിക്കുന്ന ഈ ഒരു ടേം മൊത്തം, ഈ ഒരു ടേമിനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ഈ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ S + R/L ഇൻറ്റു S + R / L ഇത് ഓൾ, അതായത് ഫുള്ളായിട്ട് ഇൻറ്റു എന്താണ്? ഈ ഒരു ടേം V/L ഇൻറ്റു V / L ഡിവൈഡഡ് ബൈ എന്താണ്? S ഇൻറ്റു S + R/L. S + R / L. അറ്റ് ഏതായിരിക്കും? മറ്റേതിനകത്ത് എസിൻ്റെ വാല്യൂ 0 ആക്കിയപ്പോഴായിരുന്നു ബിയുടെ കിട്ടി. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കണം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0 ആയി പോകണ്ടേ. സോ S - R/L ആയിരിക്കും അല്ലേ. എസിൻ്റെ വാല്യൂ S = എന്താണ്? S = എന്താണ്? -R/L ചെയ്താൽ പോരെ. -R + R/L -R/L കൂടെ എന്താവും? 0 ആയിക്കോളും. അതുകൊണ്ട് എന്ത് വരും? എസിൻ്റെ വാല്യൂ = എന്താണ്? -R/L. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും VL, അതായത് V / L അതങ്ങനെ തന്നെ നിൽക്കും. താഴെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ S+, അതായത് ഈ ഒരു ടേം അങ്ങ് പോകും. -R/L എന്ന് വെച്ചാൽ ഇതൊരു 0 ആവും. പിന്നെ ഇവിടെ എന്തുണ്ട്? -R/L മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. -R / L. എസിൻ്റെ വാല്യൂ നമ്മൾ എങ്ങോട്ടേക്ക്? -R/L ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ 2 R/L ഇതിനകത്ത് പോകും. ബാക്കി ഒരേ ഒരു R/L, അതായത് ഈ -R/L മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം. ഇത് അകഭാഗം 0 ആയി പോകും. ഇത് 0 ആവും. അപ്പോൾ ലാസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും V / L ഓൾ ഡിവൈഡഡ് ബൈ -R/L എന്ന് കിട്ടും. -R/L ക്യാൻസലായി പോകുമ്പോഴത്തേനും -V/R എന്ന് കിട്ടും. -V/R എന്ന് കിട്ടും. എന്ത്? B എന്ന് വെച്ച് കഴിഞ്ഞാൽ B എന്ത് കിട്ടും? -V/R എന്ന് പറയുന്ന ടേം കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് A എന്ന് പറയുന്ന ടേം കണ്ടുപിടിച്ചു. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തു. പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് S × S + Aയിലോട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ഓൾറെഡി മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ സെയിം രീതിക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് എന്ത് കിട്ടി? കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മറ്റേ ഇക്വേഷനകത്തോട്ട് എയുടെയും ബിയുടെയും വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും ഇതൊന്ന് വായിക്കട്ടെ. നമ്മുടെ ഇക്വേഷൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് നോക്കിയേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എയുടെ വാല്യൂ എന്ത് കിട്ടിയ? V/R എന്ന് കിട്ടി അല്ലേ. സോ V/R എന്ന് എഴുതി. ഞാൻ ഇവിടെ തന്നെ വേണ്ട. V/R ഡിവൈഡഡ് ബൈ S പ്ലസ് V/R ഡിവൈഡഡ് ബൈ S പ്ലസ് എന്ത് ചെയ്തു? -V/R. ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. -V/R ഡിവൈഡഡ് ബൈ എന്താണ്? S + R/L എന്ന് കിട്ടും. S + R / L. ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇത്രയും വരെ കിട്ടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? IOFS ആണ്. നമ്മുടെ ഓൾറെഡി നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡൊന്നും മാറിയിട്ടേ ഇല്ല. നമ്മൾ പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് എയും ബിയും ആക്കി മാറ്റി. എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചു. ഇത് നമ്മൾ എന്താണ്? IOFS = എന്താണ്? V/R ഡിവൈഡഡ് ബൈ S പ്ലസ് -V/R ഡിവൈഡഡ് ബൈ S + R/L എന്ന് കിട്ടി. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? എന്ത് കിട്ടും? ഈ V/R ഇങ്ങനെ ഇരിക്കട്ടെ. V ഡിവൈഡഡ് ബൈ R ഇൻറ്റു എന്ത് ചെയ്യാം? 1/S എന്ന് എഴുതാം അല്ലേ. V ഡിവൈഡഡ് ബൈ R ഇൻറ്റു 1/S എന്ത് ചെയ്യാം? ഈ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ -V/R അല്ലേ. സോ മൈനസ് ഞാൻ കോമൺ ആയിട്ട് എഴുതും. മൈനസ് എന്ത് ചെയ്താൽ? -V/R ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എന്താണ്? S + R/L. 1 ഡിവൈഡഡ് ബൈ S + R ഡിവൈഡഡ് ബൈ L. നിങ്ങൾ ചെയ്ത് കൂടെ പോകുമ്പോൾ ഓക്കെ ആവും. 1 ഡിവൈഡഡ് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമല്ലോ. മനസ്സിലായല്ലോ. VR നമ്മൾ ജസ്റ്റ് VRനെ V/Rഉം 1/S ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ്? നമുക്കിപ്പോൾ IOFS എന്ന് പറയുന്ന ടേം കിട്ടിക്കഴിഞ്ഞു. IOFSനെ നമുക്ക് എന്ത് കിട്ടി? നേരായ രീതി, അതായത് നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ വെച്ചിട്ട് IOFSൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ടേക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. IOFSൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതിനകത്താണ് ഈ RL സർക്യൂട്ടിലാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. മറ്റേതിനകത്ത് അങ്ങനെയൊന്നും വരില്ല.
സോ ഇത് ഇച്ചിരി ശ്രദ്ധിച്ചിരുന്ന് തന്നെ നോക്കണം. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോയി കഴിഞ്ഞാൽ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് സ്റ്റെപ്പ് മിസ്സാവാൻ സാധ്യതയുണ്ട്. സോ ടേക്ക് ഇൻവേഴ്സ്, അതായത് എൽ ഇൻവേഴ്സ്, ലാപ്ലാസ് ഇൻവേഴ്സ് എങ്ങനെയാണെന്ന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്ത് വരും? എൽ ഇൻവേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ഐ ഓഫ് എസ് ആണ്. എൽ ഇൻവേഴ്സ് ഐ ഓഫ് എസ് എന്താണ്? ഐ ഓഫ് ടി ആണ്. അപ്പം ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ കിട്ടും നമുക്ക് ഐ ഓഫ് ടി അല്ലേ. ഐ ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എന്താണ് ഇതിനകത്ത് വി ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ലേ. സോ വി ബൈ ആർ അങ്ങനെ തന്നെ, വി ഡിവൈഡഡ് ബൈ ആർ. 1/s എന്ത് ചെയ്തു? ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുകയാണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ഓഫ് എന്ത്? 1 ഡിവൈഡഡ് ബൈ എസ്. 1 ഡിവൈഡഡ് ബൈ എസ് എന്ത് ചെയ്തു? മൈനസ് എന്താണ്? വി ബൈ ആർ പിന്നെയും കോൺസ്റ്റൻ്റ് ആണ്, ഇത് മൈനസ് ആണ്. മൈനസ് വി ബൈ ആർ കോൺസ്റ്റൻറ്റ് മൈനസ് വി ബൈ ആർ എൽ ഇൻവേഴ്സ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ടേം 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എന്താണ്? ആർ ബൈ എൽ, ആർ ഡിവൈഡഡ് ബൈ എൽ. ഇന്നലെ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? ബേസിക് ആയിട്ടുള്ള കുറേ ഇക്വേഷൻ്റെ നമ്മൾ ലാപ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇൻവേഴ്സ് ലാപ്ലാസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ, അതായത് ആ ഒരു ഇത് ഇപ്പം നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഇത് എല്ലാണ്, എൽ ഇൻവേഴ്സ് ആണ്. എൽ ഇൻവേഴ്സ് അപ്പോൾ 1 ഡിവൈഡ് ബൈ, ഇത്രയും വരെ മനസ്സിലായല്ലോ. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഐ ഓഫ് എസ് എന്തായി? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് ഐ ഓഫ് എസ് എന്താണ്? ഐ ഓഫ് ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഐ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ബൈ ആർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വി ബൈ ആർ എൽ ഇൻവേഴ്സ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 1 എന്ന് വരും ഇവിടെ. ദെൻ മൈനസ് എന്താ വരുന്നത്? വി ബൈ ആർ അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എന്ന് പറഞ്ഞ ടേം എന്ത് വരും? ഇ റേസ് ടു മൈനസ് 80 ആണ്. അപ്പോൾ ഇ റേസ് ടു എന്ത് വരും? മൈനസ് എക്ക് പകരം എന്താണ്? ആർ ബൈ എൽ ആണ്. സോ മൈനസ് ആർ ഡിവൈഡഡ് ബൈ, നിങ്ങൾ ഇക്വേഷൻസ് ഒന്ന് നോക്കിയാൽ മതി, ആർ ഡിവൈഡഡ് ബൈ എൽ ടി ആണ്. ഇതെല്ലാം ടൈമാണ്, ഓർത്തോണം. എൽ ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്ത് നമുക്ക് എഴുതാമല്ലോ. വി ബൈ ആറിന് എന്ത് ചെയ്യാം? നമുക്ക് പുറത്തോട്ട് എടുക്കാം അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 മൈനസ്, നമ്മൾ വി ബൈ ആറിനെ പുറത്തെടുത്തേ, ഇത് ഇൻറ്റു 1 ആണ്. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ഡിവൈഡഡ് ബൈ എൽ ടി. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐ ഓഫ് ടിയിൽ നമുക്ക് കിട്ടി ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് ആർ എൽ സർക്യൂട്ട്, അതായത് ആർ എൽ സർക്യൂട്ട് സീരീസ് ആയിട്ടുള്ളതിൻ്റെ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് നമുക്ക് കിട്ടി. ഈ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡെറിവേഷൻ പഠിച്ചിരിക്കണം. ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർ സി സർക്യൂട്ട് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇത് ആർ എൽ സർക്യൂട്ടിലായതുകൊണ്ടാണ് ഈ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. മറ്റേതും കൂടെ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് വളരെ ഈസിയാവും. ഇത് 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഐ ഓഫ് ടിയുടെ ടേമിൽ നമുക്ക് എന്ത് കിട്ടി? ട്രാൻസിയൻറ്റ് റെസ്പോൺസ്, അതായത് ഒരു ആർ എൽ സർക്യൂട്ടിനകത്തെ കറണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഫൈനൽ ഇക്വേഷൻ നോക്കി. ഇവിടുത്തെ ഫൈനൽ ഇക്വേഷൻ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഫൈനൽ ഇക്വേഷൻ വന്നതെന്ന്, ഡെറിവേഷൻ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കി. ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് സീരീസ് ആർ എൽ സർക്യൂട്ട് നമ്മൾ ചെയ്തില്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? പ്ലോട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അടുത്ത പ്ലോട്ട് ചെയ്തിട്ട് അടുത്തൊരു സ്ലൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്ര ടൈം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് സ്റ്റഡി സ്റ്റേറ്റിലോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ ഇനി സ്റ്റഡി സ്റ്റേറ്റിലോട്ട് എത്തുന്നത് എങ്ങനെ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആണ്? നമുക്ക് ആ ടൈം കോൺസ്റ്റൻറ്റിൻ്റെ കേസും കൂടെ ഒന്ന് നോക്കാം. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം അടുത്ത ഇതിൻ്റെ എന്താണ് കർവ് എങ്ങനെയാണ് വരുന്നത്? ഈ ഇക്വേഷൻ നമുക്കൊന്ന് ഡ്രോ ചെയ്തൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ ട്രാൻസിയൻറ്റ് റെസ്പോൺസ്, അതിൻ്റെ ഇക്വേഷൻ, അതായത് ആ ഇക്വേഷൻ എങ്ങനെ നമുക്ക് ഗ്രാഫ് ആക്കാം നോക്കാം. ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതുകയാണ്. നമുക്കിപ്പോൾ ലാസ്റ്റ് ഫൈനലി കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഐ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? ഐ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ. ഈ ഇക്വേഷൻ കാണാതെ തന്നെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വി ബൈ ആർ, അതായത് ഏതെങ്കിലും സ്റ്റെപ്പ് മിസ്സായാലും നമ്മൾ ഫൈനലി ഇക്വേഷൻ തന്നെ എത്തണം. വി ബൈ ആർ ഇൻറ്റു എന്താണ്? 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ എൽ ആർ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ടി.
ഇക്വേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഞാനത് ക്ലിയർ ആയിട്ടില്ല നിങ്ങൾക്ക്. ഐ ഓഫ് ടി ഈക്വൽ ടു എന്താണ് വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി. ദിസ് ഈസ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? മെയിൻ ഇതിനകത്ത് ഒരേ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കാം. ഇതിനകത്ത് ഈ വി ബൈ ആർ എന്ന് വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത് ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വി ബൈ ആർ ഈസ് ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് നമ്മളിതിനെ പറയും. സ്റ്റഡി സ്റ്റേറ്റ് ഞാൻ പറയാം, അതിൻ്റെ കൂടെ നിങ്ങളങ്ങ് എഴുതിയാൽ മതി. ദിസ് ഈസ് എ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് പറയും? ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയാം, സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്നൊക്കെ നമുക്ക് ഇതിൽ പറയാം. അതായത് ക്വസ്റ്റ്യൻസ് ഏത് രീതിക്കാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു ടേം കിട്ടിയാൽ നിങ്ങൾ ഇതാവേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബൈ ആറിന് നമ്മൾ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 1 മൈനസ് ഇ റേസ് ടു, അതായത് ഇതൊരു ടിയുടെ ടേമിലാണ് അല്ലേ. 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ടി എന്നാണ്. ദിസ് ഈസ് ദ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഈസ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഒരു ടേമാണ്. എന്ത്? ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏത് രീതിക്കാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല, ഡെറിവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടേംസ് ഒക്കെ നിങ്ങളങ്ങ് ആ ആൻസറിൽ എഴുതിയേക്കണം. ദിസ് ഈസ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ്. ഇതിനകത്ത് ഈ ഒരു നമ്മുടെ ഫൈനൽ ഇക്വേഷന് 2 പാർട്ടാണ്. ഫസ്റ്റ് എന്താണ്? ഒരു സ്റ്റഡി സ്റ്റേറ്റും ഒരു ട്രാൻസിയൻറ്റ്. അതായത് ഇത്രയും ട്രാൻസിയൻറ്റ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും ഇത് എങ്ങോട്ടേക്ക് ചെല്ലുക? സ്റ്റഡി സ്റ്റേറ്റിലോട്ട് ചെല്ലുക. എക്സാമ്പിൾ എന്ന രീതിയിൽ ഞാനൊരു സ്വിച്ചും ഒരു ബൾബ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും മൈൻഡിലിരിക്കണം. അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡെറിവേഷനൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ടി. ദിസ് ഇസ് ദ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിതിനെ നാച്ചുറൽ റെസ്പോൺസ് എന്നൊക്കെ പറയും കേട്ടോ. ഈ ട്രാൻസിയൻറ്റിന് നമ്മളെന്താണ്? നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയും, സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട് ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസിന്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമാണ്. എക്സ് ആക്സിസിലെ ടൈം വിത്ത് റെസ്പെക്ട് ടു കറണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ടിയും ഐയും വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറ്റ് ടൈം, ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇനീഷ്യൽ കണ്ടീഷൻ ഗ്രാഫിൽ ഇനീഷ്യലി എവിടെ നിന്ന് വരുമെന്ന് അറിയാനായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്താൽ മതി? ടൈം ടിയുടെ വാല്യൂ ഫസ്റ്റ് ഇനീഷ്യലി 0 ആക്കിയിട്ട് കൊടുത്താൽ മതി. ഈ ഇക്വേഷനകത്ത് സമയം, അതായത് ഈ ടി എന്ന് പറയുന്നത് 0 ആക്കി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും നോക്കിയേ? 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ എൽ മൈനസ് ആർ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ടി. ഇ റേസ് ടു 0 എന്ന് വരും. ഇ റേസ് ടു 0 എത്രയാണ്? 1 ആണ്. 1 മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ഈ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഇനീഷ്യലി 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്കിത് 0 ആണ് പൊസിഷൻ എന്ന് മനസ്സിലായത്. സോ ഇനീഷ്യലി എന്ത് ചെയ്യും? ഇത് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫൈനലി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെറുതെ ടിയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റിയിലോട്ട് കൊടുക്കുകയാണ്. ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിലോട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. അപ്പം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അല്ലേ, ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. 0 എന്ന് വെച്ചാൽ 1 മൈനസ് 0 എന്ന് വെച്ചാൽ 1 ആയിരിക്കും. സോ 1 ഇൻറ്റു വി ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബൈ ആർ. അപ്പോൾ മാക്സിമം എവിടെയായിരിക്കും? വി ബൈ ആർ. സോ നമ്മൾ ഈ വി ബൈ ആർ എന്ത് ചെയ്തു? ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മിനിമം പോയിൻ്റ്, അതായത് ഇനീഷ്യൽ കണ്ടീഷനും ഫൈനലി വി ബൈ ആർ വരെ ചെല്ലുന്നു. ഇനീഷ്യലി 0യും ഫൈനൽ വി ബൈ ആർ വരെയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൻ്റെ കർവ് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നത്? ഈ ഇനീഷ്യലി സഡനായിട്ടൊരു സ്റ്റഡി സ്റ്റേറ്റിലോട്ടല്ല ഇത് പോകുന്നത്. ഇതെങ്ങനെയായിരിക്കും പോകുന്നത്? കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ഇത് നേരെ 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത്, അതായത് എക്സ്പോണൻഷ്യലി നമ്മളെ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എങ്ങോട്ട് ചെല്ലുക? സ്റ്റഡി സ്റ്റേറ്റിലോട്ട് പോവുക. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. വിത്ത് ടൈം, വിത്ത് റെസ്പെക്ട് ടു കറണ്ട് ആണ് വരയ്ക്കുക. അതിനകത്ത് മാക്സിമം, അതായത് ഫൈനൽ ഇനീഷ്യലി 0യിൽ തുടങ്ങി അതിൻ്റെ ഫൈനലി എവിടെ വരും? ഇയുടെ വാല്യൂ ഇൻഫിനിറ്റി, ടൈം ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അത് ഫൈനലി എവിടെ വന്നു? വി ബൈ ആർ വന്നു. നമ്മളത് വരച്ചു. അതിനുശേഷം ഇത് എക്സ്പോണൻഷ്യലി നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിലോട്ട് എത്തുന്നു. ഇനി ഇതിനകത്തൊരു ടേം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഈ ആർ എൽ സർക്യൂട്ടിൽ ടൈം കോൺസ്റ്റൻറ്റ് ഞാൻ ടോ ഒന്ന് മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബൈ ആർ ആണ്. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്തോളുക. എൽ ഡിവൈഡഡ് ബൈ ആർ. ദിസ് ഈസ് ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ആർ എൽ സർക്യൂട്ട്. ആർ എൽ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്താണ്? എൽ ബൈ ആർ. ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. എൽ ബൈ ആർ. ഈ എൽ ബൈ ആർ ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി ഇതിനൊരു ഇക്വേഷൻ കിട്ടും. അതായത് ഫൈനലി നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ നമുക്ക് ഈ ടോ ആഡ് ചെയ്ത് കൊടുക്കുമ്പം, അതായത് ഈ ടൈം എൽ ബൈ ആർ എന്നുള്ള സംഭവം ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഫൈനലി ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ, അതായത് ഈ എൽ ബൈ ആർ അല്ലേ ഈ ടോ, അതായത് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയാണ്, ടോയുടെ കൂടെ എൽ ബൈ ആർ എന്ന് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്ന ഇക്വേഷൻ ജസ്റ്റ് ഇവിടെ എഴുതാം. ഐ ഓഫ് ടി ഈക്വൽ ടു ദാറ്റ് ഈസ് വി ബൈ ആർ ഇൻറ്റു എന്ത് വരും? 1 മൈനസ് ഇ റേസ് ടു മൈനസ്
മൈനസ് ടോ ഡിവൈഡഡ് ബൈ ടോ എന്ന് പറയുന്നൊരു ഇക്വേഷനിലോട്ട് വരും. നിങ്ങൾ അത്രയും ഇതിൽ നോക്കണ്ട, നിങ്ങൾ ഫൈനലി ആ ടൈം കോൺസ്റ്റൻറ്റ് മാത്രം, ആ ഒരു ഇത് മാത്രം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായാലോ. ഇനിഷ്യലി അത് സ്റ്റഡി സ്റ്റേറ്റിൽ ഇനിഷ്യലി ചെല്ലുമോ? ഇല്ല. അതായത് ആഫ്റ്റർ ഒരു ടൈം കോൺസ്റ്റൻറ്റ് കഴിഞ്ഞിട്ടേ ഇത് സ്റ്റഡി സ്റ്റേറ്റിലോട്ട് എത്തുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം അത് ടൈം, അതായത് ടൈം ടിയുടെ വാല്യൂ ടോ ആവുന്ന സമയത്ത് അതൊരു ടൈമില്ല. അതായത് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞല്ലോ, L/R ഈസ് ദ ടൈം കോൺസ്റ്റൻറ്റ്. സമയം, അതായത് ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാണ്. ടോയിൽ ഇതെന്ന് പറയുന്നത് ഒരു പൊസിഷനിൽ ചെല്ലും. അതുപോലെ തന്നെ ടിയുടെ വാല്യൂ, ടി ഈസ് ഈക്വൽ ടു, അടുത്ത ടിയുടെ വാല്യൂ നമുക്ക് ടി ഈസ് ഈക്വൽ ടു 2 ടോ എന്ന് കൊടുക്കാം, 3 ടോ എന്ന് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ആ ഈ ടൈം പീരീഡ് അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു റെസ്പോൺസ്, അതായത് ഈ കർവ് സ്റ്റഡി സ്റ്റേറ്റിൽ എത്തുന്നത് തീരുമാനിക്കുന്നത്. അപ്പം ടിയുടെ വാല്യൂ ടോ കൊടുക്കുമ്പം ഇത് ഏകദേശം എത്രയിൽ ചെല്ലുമെന്ന് വെച്ചാൽ 0.63, അതായത് 632 എന്ന് പറയുന്ന വാല്യൂ, 632 V/R എന്ന് പറയുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 63%. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 99 അല്ലെങ്കിൽ 100 ആണ് ഈ കാണിക്കുന്നത്. ഇനിഷ്യലി ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ച 1 അല്ലെങ്കിൽ 100 ആണ്. അതിൻ്റെ 63.2% ആയിരിക്കും ഫസ്റ്റ് ടൈം കോൺസ്റ്റൻറ്റ്. അതായത് ടോ എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻറ്റിൽ നമ്മുടെ ഈ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് കർവ് പോകുന്നത് 63.2% ഓഫ് ഇറ്റ്സ് ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. അതിൻ്റെ ഫൈനൽ വാല്യൂയിലോട്ട് പോകുന്നതിൻ്റെ എത്രയിലായിരിക്കും, അത്രയും റീച്ച് ചെയ്യുള്ളൂ ടിയുടെ വാല്യൂ ടോ ആകുമ്പം. അങ്ങനെ ടിയുടെ വാല്യൂ ടോ ഒരു ടൈം കോൺസ്റ്റൻ്റ് ആകും 1 ടോ, ദെൻ 2 ടോ, 3 ടോ, അങ്ങനെ നമ്മൾ മാക്സിമം, അതായത് ടിയുടെ വാല്യൂ 5 ടോ ആകും. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വരും. ടിയുടെ വാല്യൂ 5 ടോ ആവുന്ന കണ്ടീഷനിൽ, ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ടോ ആകുമ്പോഴത്തേനും ഇത് ഏകദേശം എവിടെ ചെല്ലും, 0.993%, അതായത് 99.3% ഓഫ് 0.993 ആണ്. 993 V/R എന്ന് പറയുന്ന ടേം വരും. 993 V/R അറ്റ് ടൈം ഏതാണ്, 5 ടോയിൽ. അപ്പം അറ്റ് 5 ടൈം കോൺസ്റ്റൻറ്റിൽ ഇത് റീച്ചസ്, അതായത് കർവ് എങ്ങോട്ട് റീച്ച് ചെയ്യും, റീച്ചസ് 99.3% ഓഫ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ ആയിട്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത്, സ്റ്റഡി സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചിരിക്കുന്ന VR ആണ്, ആ റെസിസ്റ്റൻസിൻ്റെ പോക്കാണ്. VR-ൻ്റെ കർവാണ് ഈ വരച്ചേക്കുന്നത്. നമുക്കിതിനകത്ത് VL-ൻ്റെ കർവ് വേണമെങ്കിലും വരയ്ക്കാം. VL എന്ന് പറയുമ്പോഴത്തേനും VR അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിക്രീസ് ആയിരിക്കും, എക്സ്പോണൻഷ്യലി ഇതെന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും വരിക. അതുകൊണ്ട് ഇതാണ് എന്ത്, VL. ദിസ് ഈസ് VL. ഇതെന്ന് കാണിക്കുന്നത് എന്താണ്, ഇതാണ് VL-ൻ്റെ കർവ്. സോ ദിസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോകുന്നത് VR-ഉം അത് ഡിക്രീസ് ചെയ്യുന്നത് VL-ഉം ആണ്. അപ്പോൾ ഒരു ടൈം കോൺസ്റ്റൻറ്റ് ഉണ്ട് എന്നും നമ്മൾ IOTയിൽ ഓൾറെഡി എന്താണ്, ഒരു ട്രാൻസിയൻറ്റ് റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിച്ചു. ആ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് വെച്ചിട്ട് നമ്മളൊരു കർവ് നമ്മൾ വരച്ചു. ഈ കർവിനകത്ത് നമുക്കൊരു ടൈം കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതിൻ്റെ ടൈം ഇത്ര ടൈം ആകുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, അത് അതിൻ്റെ മാക്സിമം വാല്യൂയിലോട്ട് അച്ചീവ് ചെയ്യുക, അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് ചെല്ലുക, അതായത് അറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഒരു ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് എ സീരീസ് RL സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിൻ്റെ ഡെറിവേഷൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് RC സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് ഇത്രയും സ്റ്റെപ്പുകളൊന്നുമില്ല, ഇത്രയും സ്റ്റെപ്പായിട്ടുള്ള ഡെറിവേഷൻസ് ഒന്നും നമ്മുടെ RC സർക്യൂട്ടിൽ വരുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കർവ് മനസ്സിലായില്ലേ, കർവൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിരിക്കുന്ന പോർഷൻസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ടൈം കോൺസ്റ്റൻറ്റ് ടോയുടെ വാല്യൂ L/R ആണെന്നും, പിന്നെ എന്താണ് 5 ടൈം കോൺസ്റ്റൻറ്റ് ചെല്ലുമ്പോൾ അത് 0.993 അത് അച്ചീവ് ചെയ്യുമെന്നും, ഇങ്ങനെയുള്ള പോയിൻറ്റ്സുകളെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്യുക. ഈ ഗ്രാഫൊക്കെ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം ഇനി അടുത്ത് എന്താണ്, അടുത്ത സീരീസ് RC സർക്യൂട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്തതാണ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു, എന്തായിരുന്നു, ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് RC സീരീസ് RL സർക്യൂട്ട് നോക്കി. ദിസ് ഈസ് RC സർക്യൂട്ടാണ്. അപ്പോൾ എന്തായിരിക്കും, മറ്റതുപോലെ തന്നെ, മറ്റത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. എന്ന് വെച്ചാൽ അത്രയും വലിയ ഇക്വേഷൻസ് ഒന്നും ഇതിനകത്ത് ഡെറൈവ് ചെയ്ത് വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയത് എങ്ങനെയാണെന്നുള്ളത്, ഇക്വേഷൻ IOT മറ്റേതിൻ്റെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യുക, ഇനിഷ്യലി നമ്മൾ ഈ സർക്യൂട്ട് R നോക്കിയാൽ ഇതിനകത്ത് എന്താണ്, C ആണ്, കപ്പാസിറ്റർ C ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഈ VR ഇവിടെ VR ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ VC ഉണ്ടായിരിക്കും. ഇതൊക്കെ മറ്റതിൻ്റെ പോലെ തന്നെ സെയിം ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എന്താണ്, ഇനിഷ്യലി എന്താണ്, സ്വിച്ച് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. ഇനിഷ്യലി സ്വിച്ച് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനകത്തില്ല എന്തുണ്ട്, ഒരു കറണ്ട് ഫ്ലോയും അതിനകത്ത് ഫ്ലോ ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, സ്വിച്ച് എസ്സിനെ നമ്മൾ ക്ലോസ് ചെയ്യും. സ്വിച്ചിന് എസ്സിനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴാണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് വരിക.
അപ്പം ബേസിക്കലി ആ പറഞ്ഞ ആ ഒരു സ്വിച്ചും ബൾബും അതിൻ്റെ കേസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഐ ഓഫ് ടി ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ ആർ സി ഫോർ ടൈം ടി ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ഇതാണ് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ഓഫ് സീരീസ് ആർ സി സർക്യൂട്ട്. ഇതെങ്ങനെ ഇതിനകത്തോട്ട് എത്തിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇത് ഇനിഷ്യലി ഓപ്പൺ, അല്ലെങ്കിൽ നമുക്കിനിയിപ്പോൾ ഇതെന്താണ്, ഇത് ക്ലോസ്ഡ് ആണെന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ലാസിലോട്ട് നേരിട്ട് അങ്ങ് വരയ്ക്കാൻ പറ്റും. അതായത് ആർ ബിക്കം എന്താവും, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി ബൈ എസ് ആയിരിക്കും. അതിപ്പോൾ തന്നെ ഞാൻ ഈ സർക്യൂട്ടിൽ അങ്ങ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ലാപ്ലാസ്, അതായത് ലാപ്ലാസിലുള്ള ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിലുള്ള ഇക്വേഷൻ തന്നെ ആദ്യം അങ്ങ് എഴുതാം. അതാകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. വി ബിക്കം എന്താ, വി ബൈ എസ്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആർ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ എന്തുണ്ട്, ഇതിനകത്ത് സി ഉണ്ട്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/CS എന്ന് ഓർത്തോണം കേട്ടോ. ദിസ് ഈസ് എന്താണ് 1/CS എന്ന് വരും. 1/CS ഇൻ ടേംസ് ഓഫ് ലാപ്ലാസിലാണ് പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഐ ഇതെന്ന് വെച്ചാൽ ടി ടേം, ഐ ഓഫ് ടി ആണ്, ഈ ഐ ഓഫ് എസ് എന്ന് എഴുതാം. ലാപ്ലാസിലോട്ട് ആകുമ്പോഴത്തേന് എന്തുണ്ടാവും, ഇതിനകത്ത് എസ് ഡൊമൈൻ, അതായത് ഫ്രീക്വൻസി ഡൊമൈനിലോട്ടാണ് മാറിയത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ അങ്ങ് എഴുതിക്കേ. നമ്മുടെ KVL അല്ലെങ്കിൽ മെഷ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അങ്ങ് എഴുതാം. ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരാം, ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്, ടൈം എന്ന് പറയുന്നത് എന്താണ്, ഇനിഷ്യലി അത് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. ഇനിഷ്യലി സ്വിച്ച് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് ദർ ഈസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ആർ സി സർക്യൂട്ട് വഴി എന്താണ്, സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളത് എഴുതണം. അതിനുശേഷം നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുന്നത്, അതായത് ഇത് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന ടൈമിൽ രണ്ട് സർക്യൂട്ട് വരച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അത് ആർ സി ആയിക്കോട്ടെ ആർ എൽ ആയിക്കോട്ടെ. ഇനിഷ്യലി നിങ്ങളത് ഓപ്പൺ ആക്കിയിട്ട് കാണുക. അറ്റ് ടൈം എന്ന് വെച്ചാൽ ടി ഈക്വൽ ടു 0 കണ്ടീഷനിൽ. വേറെ ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുകയാണ്. ആ സമയത്ത് എന്തായിരിക്കും, സ്വിച്ച് എസ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തു, നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സ്വിച്ച് എസ് ക്ലോസ് ആവുന്നു. അതിനുശേഷമുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിറൈവ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് രണ്ട് സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇനിഷ്യലി തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഞാൻ എന്താ ചെയ്തത്, നേരിട്ട് ആ ലാപ്ലാസിൻ്റെ ടേംസ് അങ്ങ് എഴുതി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് എഴുതാൻ പറ്റും, ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അങ്ങ് എഴുതാം. മെഷ് അനാലിസിസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടുള്ള എഴുതാം. ഓക്കെ, എങ്ങനെ വരും, വി ബൈ എസ്. ഫസ്റ്റ് ഇനിഷ്യലി എന്താണ്, വി ഡിവൈഡഡ് ബൈ എസ് മൈനസ്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, പ്ലസ് മൈനസ് പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആർ ഇൻറ്റു വോൾട്ടേജിൻ്റെ ടേമിലാണ്, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന ടേമിലാണ്. അപ്പോൾ ആർ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ ഓഫ് എസ് ആണ്. ആർ ഇൻറ്റു ഐ ഓഫ് എസ്. നമുക്കിത് ഐ ഓഫ് എസിൻ്റെ ടേമിൽ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്, ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കണം. ആർ ഇൻറ്റു ഐ ഓഫ് എസ് എഴുതി, മൈനസ് എന്താണ് 1/CS അല്ലേ, 1/CS ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് എഴുതാം. 1/CS ഇൻറ്റു ഐ ഓഫ് എസ്. CS ഒക്കെ വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തതാണ്. ഐ ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആ നെറ്റ്വർക്ക് ഫുള്ളായില്ലേ, നോക്ക്, വി ബൈ എസ്, ദാറ്റ് ഈസ് ദിസ് ഈസ് വി ബൈ എസ് മൈനസ് ഇവിടെ എന്താണ്, ആർ ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് എന്താണ്, ഇവിടെ 1/CS ആണ്. ഈ 1/CS ഇൻറ്റു ഐ ഓഫ് എസ്. വളരെ സിമ്പിൾ ഇക്വേഷനാണ് എഴുതി. ഇതിനകത്ത് നമുക്ക് ഐ ഓഫ് എസിൻ്റെ ടേമിൽ കൊണ്ടുവന്നിട്ട് ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കുമ്പോൾ ഐ ഓഫ് ടി കിട്ടും. ഐ ഓഫ് എസ് എഴുതുവാണ് ഇതിനകത്ത്, ഐ ഓഫ് എസ് ആണ് ഇതിനകത്തുനിന്ന് എഴുതുവാണ്. ഐ ഓഫ് എസ് ഈക്വൽ ടു, ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി കേട്ടോ. ഐ ഓഫ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, വി ഡിവൈഡ് ബൈ വി ബൈ എസ് എന്ന് വരും. ഐ ഓഫ് എസിനെ പുറത്തെടുത്ത് വി ബൈ എസ് ഡിവൈഡഡ് ബൈ എന്താണ്, ആർ പ്ലസ്, അതായത് ആറ്, ഐ ഓഫ് എസിനെ പുറത്തെടുത്തു, ദെൻ ആർ പ്ലസ് 1/CS. റൈറ്റിലോട്ട് ആകുമ്പോഴത്തേനും ആർ പ്ലസ് എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ CS എന്ന് പറഞ്ഞ ഇക്വേഷനോട്ട് വന്നു. ഇനി എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളിതെന്താണ്, നമ്മുടെ മറ്റേതിൻ്റെ എന്താണ്, പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം. അതിനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, നമുക്ക് S/A എന്ന് പറയുന്ന ടേമിലോട്ട് വരും. കഴിഞ്ഞ ഇതിൽ പോലെ വരത്തില്ല. ഇതിനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ A ഡിവൈഡ് ബൈ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. നോക്കിയാൽ എങ്ങനെ വരും നോക്കിയേ, എസ്സിനെ എടുക്കാം, ദാറ്റ് ഈസ് വി ഡിവൈഡഡ് ബൈ ആർ. ആറിന് മുകളിലോട്ട് കൊണ്ടുപോവാണ്, എസ് പ്ലസ് എന്നൊരു ടേമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വി ഡിവൈഡഡ് ബൈ ആർ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, എസ് പ്ലസ് 1/RC, 1 ഡിവൈഡഡ് ബൈ RC. ഇതെങ്ങനെ വന്നാൽ നോക്കാം, അറിയാമല്ലോ. നമ്മളെന്താണ്, മറ്റേ പാർഷ്യൽ ഫ്രാക്ഷൻ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആറിന് മുകളിൽ കൊണ്ടുപോയി ബാക്കി എന്താ വന്നത്, താഴെ ഇതിൻ്റെ കൂടെ ആറില്ല, സോ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എന്താണ്, വി ഡിവൈഡഡ് ബൈ ആർ ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്, എസ് പ്ലസ് 1/RC എന്ന് പറഞ്ഞിട്ട്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, ഇത് നമുക്ക് വളരെ വേഗം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വി ഡിവൈഡഡ് ബൈ ആർ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു, എസ് പ്ലസ് 1/RC എന്ന് പറയുന്ന ടേം എത്തി. ഇനി എന്താണ്, ടേക്ക് ഇൻവേഴ്സ് ലാപ്ലാസ്.
അതായത് ഇതിന് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഇവിടെ വെച്ചെടുക്കും. ടേക്ക് ഇൻവേഴ്സ് ലാപ്ലാസ്, എൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ വരും? ഐ ഓഫ് എസിൻ്റെ ടേം എങ്ങനെ വരും? ഐ ഓഫ് ടി എന്ന് എഴുതി. ഐ ഓഫ് ടി നമ്മൾ ഫൈനൽ ഇക്വേഷനിലോട്ട് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആർ എൽ സർക്യൂട്ട് പോലെ അത്രയും സ്റ്റെപ്പുകളൊന്നുമില്ല. ഫൈനൽ ഇക്വേഷൻ ഐ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? വി ബൈ ആർ. വി ബൈ ആർ അങ്ങനെ തന്നെ വന്നു. ഇൻവേഴ്സ് എടുക്കുവാണ്. വി ബൈ ആർ കോൺസ്റ്റൻ്റ് ആണ്. സോ വി ബൈ ആർ 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് എ, അതായത് മൈനസ് എന്ത് വരും? 1 ബൈ ആർ സി ടി എന്ന് വരും. 1 ബൈ ആർ സി ടി. അതല്ലേ നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്? അതെന്താണ്? -1 ആയതുകൊണ്ടാണ്. ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് വെച്ചാലും സെയിം അല്ലേ? അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ കിട്ടി. ഐ ഓഫ് ടിയുടെ ടേം എന്ത് കിട്ടി? വേറെ ഐ ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു -1 ബൈ ആർ സി, അല്ലെങ്കിൽ മൈനസ് ടി ബൈ ആർ സി, വേർ ടി എന്താണ്? ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി എന്താണ്? ഐ ഓഫ് ടി ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു -1 ബൈ ആർ സി ടി, വേർ ടൈം ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് ട്രാൻസിയൻ്റ് റെസ്പോൺസ് സീരീസ് ആർ സി സർക്യൂട്ടിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് മറ്റതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ സർക്യൂട്ട്, അതായത് ഈ ഒരു ഇക്വേഷനെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടുന്നത് നോക്കാം. മറ്റേതിൻ്റെ കർവ് പോലെ തന്നെ ഇതിനും എന്ത് ചെയ്താൽ പ്ലോട്ട് ചെയ്തിട്ട് ഇതിനും എന്തുണ്ട്? ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട്, കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനുണ്ട്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായാലും വളരെ സിമ്പിളാണ്. 2-3 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് തന്നെ ഐ ഓഫ് ടിയുടെ ടേമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ സ്റ്റെപ്പുകൾ മാത്രം ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്ന സർക്യൂട്ട് ഉണ്ടല്ലോ, ആ സർക്യൂട്ടിനെ ആദ്യം ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, ദെൻ എന്ത് ചെയ്തു? ഇൻവേഴ്സ് ലാപ്ലാസ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ആർ എൽ സർക്യൂട്ട് എന്തായാലും നിങ്ങളുടെ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു നല്ല മാർക്ക്, അതായത് പാർട്ട് ബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള, പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കുക. ഇതിൻ്റെ ന്യൂമറിക്കൽസൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കർവ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. നോക്കി, മറ്റേതുപോലെ തന്നെ ഇതിലും എന്തുകൊണ്ട് ഒരു കർവുണ്ട്. ഇത് നമ്മുടെ ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. ആ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? ഇനിഷ്യലി ഏതാണ് സ്റ്റേറ്റ്, ഫൈനലി ഏതാണ് സ്റ്റേറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്തായിരുന്നു? ഐ ഓഫ് ടി അല്ലേ? ഐ ഓഫ് ടി ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു എന്താണ്? ഇ റേസ് ടു -1 അല്ലെങ്കിൽ മൈനസ് ടി ബൈ ആർ സി. ദിസ് ഈസ് ദ റെസ്പോൺസ്. ഇതാണ് നമ്മുടെ എന്താണ്? ട്രാൻസിയൻ്റ് റെസ്പോൺസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ്? മറ്റേ ചെയ്തതുപോലെ തന്നെ ഇനിഷ്യലി ടൈം എന്ന് പറയുന്നത് ഇനിഷ്യലി സ്റ്റേറ്റ് നമ്മൾ ടൈം ടിയുടെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആക്കി കൊടുക്കുകയാണ്. ഇനിഷ്യലി 0 എന്ന് വിചാരിക്കുകയാണ്. സോ അസ്യൂം ടി ഈസ് ഈക്വൽ ടു 0. ടിയുടെ വാല്യൂ 0 ആയി കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? വി ബൈ ആർ തന്നെയല്ലേ? ഇ റേസ് ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ വി ബൈ ആർ, ഇനിഷ്യലി സ്റ്റേറ്റ് എന്ത് വന്നു? വി ബൈ ആർ. സോ ഇനിഷ്യലി എന്തായിരിക്കും? 1. മറ്റേൻ്റെ കേസ് എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലേ? ആർ എൽ സർക്യൂട്ട് വന്നപ്പോഴത്തേനും 1 - 1 ലാസ്റ്റ് 0 ആയിരുന്നു. സോ ഇനിഷ്യലി 0 എന്നാണ്. ഈ കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം. ഇതെന്തായാലും നമ്മുടെ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കർവൊക്കെ വരച്ച് വെക്കണം. കൂടുതലും എന്താ ചെയ്യുന്നത്? ഡയഗ്രാംസ് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡെറിവേഷൻസ് ഒക്കെ എഴുതാൻ. ഒരുപാട് ഇക്വേഷൻസ് വന്നാലും നമുക്ക് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാർക്ക് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിഷ്യലി കണ്ടീഷൻ ടിയുടെ വാല്യൂ 0 കൊടുത്തപ്പം വി ബൈ ആർ. സോ വി ബൈ ആർ എന്ന് പറയുന്ന ടേം നമ്മൾ ഈ ലൈൻ അങ്ങ് ഫിക്സ് ചെയ്തിട്ടേക്കുവാണ്, ഈ വി ബൈ ആർ എന്ന് പറയുന്ന ലൈന്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ടിയുടെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയാണ്. ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ത് വരുന്നത്? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. സോ ഫൈനൽ വാല്യൂ എന്ത് വരുന്നത്? 0 ആണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് എക്സ്പൊണൻഷ്യലി എന്ത് ചെയ്യുന്നു? എക്സ്പൊണൻഷ്യലി ഇത് കുറഞ്ഞ് നേരെ 0 വരുന്നു. അപ്പോൾ ദിസ് ഈസ് ദ കർവ് ഓഫ് ദിസ് സർക്യൂട്ട്. അതായത് ഏതിൻ്റെയാണ്? സീരീസ് ആർ സി സർക്യൂട്ടിൻ്റെ നമ്മുടെ ട്രാൻസിയൻ്റ് വരച്ചതിൻ്റെ നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യലും ഫൈനൽ കണ്ടീഷനും വെച്ചിട്ട് ജസ്റ്റ് ഒരു കർവായിട്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ കർവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മ വേണം. എക്സ് ആക്സിസിൽ നമ്മൾ ടൈം പീരീഡ് ടി ആണ്, കറണ്ടാണ് വരയ്ക്കുന്നത്. സോ വൈ ആക്സിസിൽ ഐ ആണ്. സോ ഇനീഷ്യലി വി ബൈ ആർ എടുത്തു, അതിനുശേഷം സി വന്നു. അപ്പോൾ ദിസ് ഈസ് ദ കർവ് ഓഫ് ദിസ് സർക്യൂട്ട്. ഏതിൻ്റെയാണ്? സീരീസ് ആർ സി സർക്യൂട്ടിൻ്റെ. ഇതും മറ്റതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഒരു ടൈം കോൺസ്റ്റൻ്റ് ഒക്കെ എടുക്കാം. ടോ എന്ന് പറയുന്ന ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റതുപോലെ തന്നെ ഇതിനകത്തെ ടൈം കോൺസ്റ്റൻ്റ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ആണ് കേട്ടോ. ആർ സി, മറ്റേത് എൽ ബൈ ആർ ആയിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ആണ്, ടൈം കോൺസ്റ്റൻ്റ് ആർ സി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആ ഡയഗ്രാം അനുസരിച്ചിട്ട് എന്താണ്? ആറുണ്ട്, സി ഉണ്ട് അല്ലേ? ഒരു ആറ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റർ സി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ആറും വി സിയും കൂടെ എന്ത് ചെയ്യാം? ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം. മറ്റേത് നമ്മൾ വരച്ച് നോക്കുമ്പോൾ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെറുതെ നമുക്ക് നോക്കാം. ഇപ്പോൾ വി ആറ് നോക്കിയേ,
വോൾട്ടേജിൻ്റെ ടേം എടുക്കുന്നത് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള രീതിയിൽ വി ആർ ഈക്വൽ ടു എന്ത് വരും, വി ആർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറും അതായത് ആർ ഇൻറ്റു ദിസ് ടേം ഐ ഇൻറ്റു ആർ എന്നാണ്, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഈ ഒരു ടേമിൽ ആറ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറും ഈ ആറും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി വി മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് വി ഇൻറ്റു ബാക്കി ആ ടേം അങ്ങനെ തന്നെ വരും അല്ലേ, ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി, മൈനസ് ടി ഡിവൈഡഡ് ബൈ ആർ സി എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് വരും. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. വി ആർ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വി ആർ എന്ന് പറയുന്ന ടേമിനാണ് നമ്മളിത് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. വി ആർ കറണ്ട് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന ഫോമിലോട്ട് എഴുതുമ്പോൾ വി ആർ ഈക്വൽ ടു വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് വരുന്നു. ഇതാണ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വി സി. നമ്മുടെ ഒരു ഓർക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഇൻഡക്ടറിൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കപ്പാസിറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും നോക്കി, 1/c. ഇതാ നമ്മുടെ ഇത് വെച്ചിട്ടാണ്, ഇതാണ് സി. ഇത് നേരെ എങ്ങോട്ട് വരുവാണ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ 1/c ഇൻ്റഗ്രേഷനാണ് വരിക. 1/c ഇൻ്റഗ്രൽ 0 ടു ടി, അതായത് 0 മുതൽ ടി വരെ ഇൻ്റഗ്രൽ എന്താണ്, ഐ ഓഫ് ടി ഡി ടി ആയിരിക്കും. ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, ഐ ഓഫ് ടി ഡി ടി, ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി. ഇതാണ് എന്ത്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഈ ഐ ഓഫ് ടിക്ക് പകരം എന്ത് ചെയ്താൽ മതി, ഇതെടുത്തിട്ട് കൊടുക്കുക, വി ബൈ ആർ ഇ റേസ് ടു. ഇതൊന്നും ഞാൻ എഴുതുന്നില്ല, ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് വരും, വി സി ഈസ് ഈക്വൽ ടു വി സി, അതായത് വി സി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/c ഇൻ്റഗ്രേഷൻ എന്താണ്, 0 ടു ടി വരെയാണ്. 0 ടു ടി ഐ ഓഫ് ടിക്ക് പകരം എന്ത് വരും, വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഫൈനൽ ഇക്വേഷൻ മാത്രം നമുക്കിവിടെ എഴുതാമേ. ഇതൊന്നും നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തായാലും ടൈം കോൺസ്റ്റൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതുവരെയാണ്, അതായത് നമ്മളിപ്പം ഫിനിഷ് ചെയ്തല്ലോ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് സീരീസ് ആർ സി സർക്യൂട്ടിൻ്റെ ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഗ്രാഫ് വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ടൈം കോൺസ്റ്റൻറ്റ് എന്താണ്, ടോ ഈസ് ഈക്വൽ ടു ആർ സി ആണെന്ന് പറഞ്ഞു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കർവിൽ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എങ്ങനെ കിട്ടും, അതുപോലെ തന്നെ വി സി കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എങ്ങനെ കിട്ടും, കപ്പാസിറ്ററിൻ്റെ ഫൈനൽ ഇക്വേഷൻ എഴുതാമേ. വി സി വിച്ച് ഈസ് ഈക്വൽ ടു വി സി ഈക്വൽ ടു എന്ന് എഴുതാം, വി ഇൻറ്റു ഫൈനലി കിട്ടുന്നത് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു, വി എന്നുള്ളൂ, ഈ വി ബൈ ആറിൻ്റെ വി മാത്രമേ ഉള്ളൂ, 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ആ ടേം അതുപോലെ തന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ, അതിൻ്റെ എളുപ്പമാണ്, വേഗം പഠിക്കാവുന്നേ ഉള്ളൂ. ആർ ഇൻറ്റു സി. ഇതാണ് എന്ത്, വോൾട്ടേജ് അക്രോസ് ഏതിൻ്റെ ടേമിലുള്ള വോൾട്ടേജാണ്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജാണ്. അറ്റ് ടൈം ടി ആണ്, ഇതിട്ട് ട്രാൻസിയൻറ്റ് റെസ്പോൺസ് ആണ്, ടൈം ടി എന്നുള്ള രീതിക്കാണ് എടുക്കുക. ടൈം ടി ആണ്, ദറ്റ് ഈസ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. മറ്റതുപോലെ തന്നെ നമ്മളിപ്പോൾ വി ആർ വി സി രണ്ടെണ്ണം വെറുതെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും നോക്കി, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് ഇനിഷ്യലി സ്റ്റേറ്റ് എന്താണെന്ന് നോക്കണം. വി ആറിൻ്റെ കേസ് നോക്കി, വി ആറിൽ ഇനിഷ്യലി എങ്ങനെ, ഇതുപോലെ തന്നെ ഈ സെയിം നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇനിഷ്യലി ടിയുടെ വാല്യൂ 0യും പിന്നെ ടിയുടെ വാല്യൂ ഇൻഫിനിറ്റിയും നോക്കിയതുപോലെ തന്നെ എന്ത് നമുക്ക് ചെയ്യാം, റെസിസ്റ്ററിനും എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാം, ടിയുടെ വാല്യൂ 0യും ടിയുടെ വാല്യൂ ഇൻഫിനിറ്റിയും ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു നോക്കാം. അതുപോലെ തന്നെ കപ്പാസിറ്ററിനും ടിയുടെ വാല്യൂ 0യും ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു നോക്കാം. വി ആറിൻ്റെ കേസിൽ ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, വി എന്ന് വരും അല്ലേ, വി ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരും. ഇ റേസ് ടു 0 എന്താണ്, 1 ആണ്, സോ വി എന്ന് വരും. അപ്പോൾ വി ആറിൻ്റെ കേസിൽ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണ്. നമ്മൾ അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ഒരു ഫിഗറും കൂടെ വരച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഈ രണ്ട് ഇക്വേഷൻ മൈൻഡിലിരിക്കുക. വി ആർ ഈക്വൽ ടു എന്താണ്, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സിയും വി സി ഓഫ് ടി, അതായത് വി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതിൻ്റെ കർവും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ കർവ് എങ്ങനെ വരുന്നത് നോക്കിയാൽ, നമ്മളിപ്പം വി ആറും വി സിയും എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വി ആർ എന്തായിരുന്നു, ഞാൻ ഇങ്ങോട്ടൊന്നുകൂടെ എഴുതാവേ. വി ആർ ഈക്വൽ ടു എന്താണ്, വി ആർ ഈക്വൽ ടു വി ഇൻറ്റു വി എന്ന് പറയുന്ന ടേമേ ഉള്ളൂ, വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി മൈനസ് ടി ഡിവൈഡഡ് ബൈ ആർ സി എന്ന് പറയുന്ന ടേം വന്നു. അതുപോലെ തന്നെ വി സിക്ക് എന്താണ്, ടി ആണ് ടൈം റെസ്പോൺസ് ആയതുകൊണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, വി ഇൻറ്റു 1 മൈനസ്, അതും വി തന്നെയാണ്, 1 മൈനസ് ആറ്റ് സെയിം ടേം ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി മൈനസ് ടി divided by R into C. This is the voltage across capacitor and
റെസിസ്റ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു വി ആറിൻ്റെ കേസിൽ ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക, ടിയുടെ വാല്യൂ ഇൻഫിനിറ്റി. ടിയുടെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. വി ആർ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യലി എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ എക്സ്പൊണൻഷ്യലി ഡിക്രീസസ്. വി സി നോക്കിയേ, വി സിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഇയുടെ വാല്യൂ എന്ത് ചെയ്തു, ഇനിഷ്യലി ഇയുടെ വാല്യൂ എന്ന് വെച്ചാൽ 0. ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരിക, e⁻0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്, 1 - 1 0 ആണ്. സോ വി ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0. അത് എക്സ്പൊണൻഷ്യലി എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അതാണ് വി സി ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇത് ക്ലിയർ ആയല്ലോ. സോ വി എന്ന് പറയുന്ന ടേമാണ് മാർക്ക് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. നമ്മൾ ഓൾറെഡി വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും നമ്മൾ നോക്കിയായിരുന്നു. അപ്പം രണ്ടാമത്തെ കേസാണിത്. സീരീസ് ആർ സി സർക്യൂട്ടിൻ്റെ ട്രാൻസിയൻ്റ് റെസ്പോൺസ്. നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് നോക്കി. അതിൽ നിന്നിട്ട് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലോട്ട് ചെയ്തു. കറണ്ട് പ്ലോട്ട് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം വെച്ചിട്ട് നമ്മൾ കറണ്ട് പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് അക്രോസ് ആറിനും സിക്കും അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കിയിട്ട് അതിൻ്റെയും കൂടെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർ എല്ലിൻ്റെ കേസിലും ഈ സെയിം രീതി തന്നെയാണ്. ആർ എല്ലും അതെ, ആർ സിയും അതെ, സെയിം സ്റ്റെപ്സ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മളിപ്പം ട്രാൻസിയൻ്റ് റെസ്പോൺസ് ഓഫ് സീരീസ് ആർ സിയും ആർ എൽ സർക്യൂട്ടും നോക്കി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നല്ല മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഡെറിവേഷൻസൊക്കെ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ എഴുതി പോകാവുന്നതേ ഉള്ളൂ. ഡെറിവേഷൻസ് എല്ലാം പക്കയായിട്ട് എഴുതുക. അതുപോലെ തന്നെ കർവ് വരയ്ക്കാൻ മറന്നു പോകരുത്. ഈ റെസ്പോൺസ് കർവുകൾ വരയ്ക്കുക. പിന്നെന്താണ്, ഡയഗ്രാം ഇനിഷ്യലി സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ തന്നെ എന്താണ്, സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന സമയത്തുള്ള ഡയഗ്രാമും നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കണം. അത് രണ്ടും വരച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ട്രാൻസിയൻ്റ് റെസ്പോൺസ് എന്ന് നോക്കി. നമ്മൾ ഈ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം നോക്കിയായിരുന്നു. അപ്പോൾ ഇനിഷ്യലി എന്താണ് ലാപ്ലാസ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാപ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ഈ ട്രാൻസിയൻ്റ് റെസ്പോൺസ് ചെയ്യുന്ന സമയത്തായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പം ബേസിക്കായിട്ട് ഓർത്ത് വെക്കേണ്ടത് അതിൻ്റെ സ്റ്റെപ്പുകളാണ്. ഐ ഓഫ് എസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഐ ഓഫ് എസിൻ്റെ ടേമിൽ നമ്മൾ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്, തിരിച്ച് ഐ ഓഫ് ടിയിൽ കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കും ഏതിൽ വരിക, ട്രാൻസിയൻ്റ് റെസ്പോൺസിൽ വരിക. പിന്നെ ഇനിഷ്യലി ഞാൻ പറഞ്ഞ ആ സ്വിച്ച്, അതായത് സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താണ് ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് കത്തത്തില്ല, ആ ഒരു ടേം ഉണ്ടല്ലോ. ആ ഒരു കാര്യം മൈൻഡിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക. അത് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിത് വെച്ചിട്ടുള്ള തിയറി പോർഷൻസ് ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതായത് സ്റ്റഡി സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് എന്താണ്, ട്രാൻസിയൻ്റ് സ്റ്റേറ്റ് എന്താണോ എന്നുള്ളതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തിയറി പോർഷൻസ് ഒക്കെ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.